സാർ, ജനഗണമന അത് നിയമസഭയിൽ തുടങ്ങുമ്പോഴും തീരുമ്പോഴും ചൊല്ലണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. പക്ഷേ തമിഴ്നാട് അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ ഗവർണർ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്? നിയമസഭയിൽ നന്ദി പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ഗവർണർ എത്തി. സമ്മേളനം ആരംഭിക്കുമ്പോൾ ജനഗണമന ആലപിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത്. അവസാനിക്കുമ്പോഴും അങ്ങനെ വേണം. ഇത് തമിഴ്നാട് നിയമസഭയിൽ പാലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗവർണർ RN രവി അവിടെ അത് ഓർമ്മിപ്പിച്ചു, പരസ്യമായി ഓർമ്മിപ്പിച്ചിട്ടും അത് പാലിക്കപ്പെടുന്നില്ല. മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ സ്പീക്കറോ അതിന് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പ്രതിഷേധപൂർവ്വം ഇറങ്ങിപ്പോയി ഗവർണർ. അതാണ് സംഭവിച്ചത്. ഗവർണർ RN രവി എന്ന് പറയുന്ന അദ്ദേഹം IPSൽ നിന്ന് പിന്നെ സ്തുത്യർഹമായി പ്രവർത്തിച്ച് പേരെടുത്ത ഒരാളാണ്. കേരളത്തിൽ കണ്ണൂർ SP ആയിരുന്നിട്ടുള്ള ആളാണ് RN രവി. കേരള കേഡറിലുണ്ടായിരുന്ന ഒരു IPS ഓഫീസറാണ് അദ്ദേഹം. തമിഴ്നാട്ടിലെ പിന്നെ മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ട് പല വിഷയങ്ങളിലും തെറ്റിപ്പിരിയാറുണ്ട്. ഒരുപാട് തർക്കവും ഗവർണർ ചീഫ് മിനിസ്റ്റർ വടംവലി അവിടെ തുടർന്നുകൊണ്ടിരിക്കുക. കേരളത്തെ പോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ പോലുള്ളവർ വേറൊരു അതിനേക്കാൾ രൂക്ഷമായ ഒരു പതിപ്പായിരുന്നു തമിഴ്നാട്ടിൽ. കാരണം ഇത് RN രവി എന്ന് പറയുന്ന ആൾ ലോ ബുക്ക് നോക്കിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കൃത്യമായിട്ട് നിയമം പാലിക്കണം. അപ്പം ഇതൊരു കീഴ്വഴക്കമാണ്. കീഴ്വഴക്കം എന്ന് മാത്രമല്ല, അതൊരു നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. അത് പാലിക്കുക എന്ന ശീലത്തിൽ നിന്നും മാറിയിട്ട് ഒരു തമിഴ് പിന്നെ പേട്രിയോട്ടിക് സോങ്ങാണ് അവിടെ വെച്ചത്. അപ്പോൾ അതുപോരാ, നമ്മൾ ഇപ്പോൾ ഒരു ഫെഡറൽ സിസ്റ്റത്തിലുള്ള ഒരു മര്യാദയുണ്ട്, അത് പാലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രതിഷേധിച്ച് ഗവർണർ പോയി. അതായിരുന്നു വാർത്ത. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ സ്ഥിതിയും കേരളത്തിലെ ഈ ഗവർണർക്കെതിരായിട്ടുള്ള യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് നോക്കുമ്പോൾ ഈ കട്ടിങ് ദ സൗത്ത് എന്ന് പറയുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്ന ഗവൺമെൻറ്റുകളുള്ള നാട്ടിൽ ഒരു പ്രത്യേക ഒരു ഫെഡറൽ സംവിധാനം ഉണ്ടാക്കണമോ? ഒരു സൗത്ത് ഇന്ത്യൻ റിപ്പബ്ലിക് ആത്യന്തികമായി അങ്ങോട്ട് പോവുകയാണ്. ഒരു സൗത്ത് ഇന്ത്യൻ റിപ്പബ്ലിക് ഉണ്ടാകുമോ? ഉണ്ടാക്കിയാൽ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. പ്രത്യേകിച്ചും DMKയുടെ സ്റ്റാലിൻ. അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ആകാമെങ്കിൽ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ആയിക്കൂടെ? ഇങ്ങനെ ചിന്തിക്കുന്ന ചില മണ്ടത്തരങ്ങളിലേക്ക് സ്റ്റാലിൻ എടുത്ത് ചാടുമോ? എനിക്ക് സംശയമുണ്ട്. എങ്കിലും ചിന്ത ആ വഴിക്കാണ് പോകുന്നത്. സർ, തമിഴ്നാട് ഇപ്പോൾ വളരെ കലുഷിതമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിലൊക്കെ വലിയ രൂക്ഷ വിമർശനങ്ങൾ. ഇപ്പോൾ അണ്ണാമലൈ ശബ്ദമൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത്. DMKയുടെ ഒരു തകർച്ച തുടങ്ങുകയാണോ? ഈ പിന്നെ മക്കൾ രാഷ്ട്രീയവും പ്രാദേശിക ദ്രാവിഡ രാഷ്ട്രീയവും ഏറെക്കാലം നിലനിൽക്കില്ല. ഇതൊക്കെ തമിഴരുടെ ആത്മാഭിമാനത്തിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനങ്ങളാണല്ലോ ദ്രാവിഡ കഴകങ്ങളെല്ലാം. അത് അണ്ണാദുരൈ അതിനു മുമ്പ് EV രാമസ്വാമി നായ്ക്കറുമൊക്കെയാണ് അതിന് ബീജാപാപം ചെയ്തത്. അപ്പോൾ അണ്ണാദുരൈ അതിൻ്റെ രാഷ്ട്രീയ രൂപം ഉണ്ടാക്കി, ദ്രാവിഡ കഴകം ഉണ്ടാക്കി. അത് കരുണാനിധിയും MG രാമേന്ദ്രനും കൂടെ അത് പോപ്പുലറാക്കി. അവരുടെ ഗവൺമെൻറ് വരികയും കോൺഗ്രസിൻ്റെ ഭരണം കാമരാജിലൂടെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നേക്കുമായി. അതിനുശേഷം ഈ മാറി വരുന്ന ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ദ്രാവിഡ പാർട്ടി തന്നെ MGRൻ്റെ കാലത്ത് രണ്ടായിട്ട് പിരിഞ്ഞു. അണ്ണാ DMK രൂപം കൊണ്ടു. ഈ അണ്ണാ DMK തന്നെ ഇപ്പോൾ 2-3 കഷ്ണങ്ങളാണ് തമിഴ്നാട്ടിൽ. ആ വിഭാഗം തന്നെ നിർജീവമായി കൊണ്ടിരിക്കുന്നു. പളനിസ്വാമിയും പനീർ സെൽവവുമൊക്കെ പല ഗ്രൂപ്പുകളാണ്. അപ്പോൾ അങ്ങനെ അത് ശിഥിലമാകുകയാണ്. അതിലിപ്പോൾ ഒരു പ്രബല കക്ഷി എന്ന നിലയിൽ നിലനിൽക്കുന്നത് DMK ആണ്, സ്റ്റാലിൻ്റെ പാർട്ടി. അവരിപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ ഭരിക്കുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ അടിത്തറ അവരെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഭദ്രമാണ്. പക്ഷേ അതൊരു കേന്ദ്ര വിരുദ്ധ ആശയത്തിൽ നിലനിൽക്കുന്ന ഒരു ഡൈനാസ്റ്റിക് പാർട്ടിയാണ്. ഏതുപോലെ കോൺഗ്രസ് പോലെ ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. കുടുംബാധിപത്യ പാർട്ടികൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്.
ചെറുതും വലുതുമായി. അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു തരത്തിലും ഹിതകരമായ ഒരു കാര്യമല്ല. ഇപ്പോൾ കാശ്മീരിലായാലും നാഷണൽ കോൺഫറൻസ് ഫറൂഖ് അബ്ദുള്ള മുതൽ ഷേഖ് അബ്ദുള്ള മുതൽ ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, ഇപ്പോൾ ഒമർ അബ്ദുള്ളയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ഇതിങ്ങനെ കുടുംബത്തിൻ്റെ കയ്യിരിക്കുക. അപ്പോൾ ദാറ്റ് മീൻസ് ഫ്രം കാശ്മീർ ടു കന്യാകുമാരി ഇറ്റ് ഈസ് എ ഡൈനാസ്റ്റിക് റൂൾ ഓഫ് ലോക്കൽ പാർട്ടീസ്. അതാണ് സംബന്ധം. ഇപ്പോൾ ബീഹാറിൽ നോക്കൂ, ലല്ലു പ്രസാദിൻ്റെ കുടുംബ പാർട്ടി. അങ്ങനെ പല സ്ഥലത്തുനിന്ന് ഒറീസയിൽ നവീൻ്റെ പാർട്ടി, അവിടുന്ന് ഇപ്പോൾ BJP അത് ഔട്ടാക്കി. അപ്പോൾ ഇതുപോലെ ഉള്ള പ്രാദേശിക തലത്തിൽ കുടുംബാധിപത്യം നിലനിൽക്കാൻ കാരണം കോൺഗ്രസിൻ്റെ കുടുംബ രാഷ്ട്രീയമാണ്. കോൺഗ്രസ് ഇന്ത്യ ദീർഘകാലം ഭരിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ആവർത്തിച്ച് പ്രധാനമന്ത്രിമാർ വരുന്ന പാർട്ടി. ആ പാർട്ടിയെ കണ്ടും കൊണ്ട് മറ്റ് പ്രാദേശിക പാർട്ടികളും അതേ നിലയിൽ കുടുംബത്തിൽ തന്നെ വലിയ പദവികൾ നിലനിർത്തുന്ന ഒരു ദുശീലം വന്നു. ഇത് ജനാധിപത്യത്തിൽ സാധ്യമാക്കിയെടുത്തു എന്നതാണ് ഇവരുടെ കൗശലം. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് തന്നെ കുടുംബത്തിനേ ഉള്ളൂ. ഇപ്പോൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് നാഥനില്ലാതാകുന്ന ഒരു ദുസ്ഥിതി, അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏത് തിയറി, ഏത് ഭാഗം വെച്ച് നമ്മളതിനെ ന്യായീകരിക്കും? ഒരു രാഷ്ട്രീയ പഠിതാവ്, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഭാവിയിൽ ഗവേഷണ കൗതുകത്തോടുകൂടി ഈ വിഷയം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് ഒരു പൊളിറ്റിക്കൽ തിയറിയും വെച്ചുകൊണ്ട് ഇതിനെ നമുക്ക് നീതീകരിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ എങ്ങനെ കുടുംബാധിപത്യം സാധ്യമായി എന്നത്. കുടുംബാധിപത്യം കുടുംബത്തിൻ്റെ ആധിപത്യമായിട്ട് കൊന്നും വെന്നും അച്ഛനെ കൊന്നിട്ട് മകൻ കയറിയിരിക്കുന്ന ശീലമായിരുന്നു മുഗൾ സാമ്രാജ്യത്തെ കാലത്ത്. ഇപ്പോൾ ഔറംഗസീബ് മുതൽ ജഹാംഗീർ, ഷാജഹാൻ മുതൽ ഇങ്ങനെ അക്ബർ മുതൽ ഔറംഗസീബ് വരെ നീളുന്ന കുടുംബ വാഴ്ച. അതിൽ നിന്ന് ഒട്ടും അത് പക്ഷേ തിരഞ്ഞെടുത്തതല്ലാരും അവരതിനെ സ്വയം തീരുമാനിക്കുന്നു. ഏകാധിപതികളുടെ വാഴ്ചയായിരുന്നു, വാളുകൊണ്ടാണ് അധികാരം പിടിച്ചത്. ഇത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് ഈ തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തിയതാരായാലും അവർ ഇന്ത്യൻ ജനാധിപത്യത്തോട് കാണിച്ചത് ഏറ്റവും വലിയ തിന്മയാണെന്ന് ഭാവി കാലം വിലയിരുത്തും. അതാണ് ഇപ്പം തമിഴ്നാട്ടിലെ ഇപ്പോൾ ജനഗണമനയെ ധിക്കരിച്ച ചെറിയ ഒരു സംഭവമാണെങ്കിലും അതിൽ വരെ നിഴലിക്കുന്ന അതാണ്. അതിലൂടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഇപ്പോൾ ഹിന്ദു പോലെയുള്ള പത്രങ്ങളുണ്ട് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന, അവരൊക്കെ ഇതിനെ ഏത് തരത്തിലാണ് നാളെ കമൻറ്റ് ചെയ്യാൻ പോകുന്നത്, വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കൗതുകത്തോടെ നമ്മൾ നോക്കുകയാണ്. ഒരു ദേശീയ ഗാനം ആലപിക്കുന്നതിൽ പോലും സങ്കുചിത രാഷ്ട്രീയം കാണുന്ന പ്രവണത, അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനും നമ്മുടെ ജനാധിപത്യ ബോധത്തിനും ഇണങ്ങുന്നതല്ല. അതാണ് ഇതിൻ്റെ അപകടം. അതാണ് ഈ സ്റ്റാലിന് ഇത്തരത്തിൽ ഒരു നടപടി ചെയ്യുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത് വളരെ അല്ല. ഈ ജനങ്ങളെന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളെന്ന് പറഞ്ഞൊരു ജീവിയില്ലല്ലോ, ഓരോ ആളല്ലേ ഉള്ളത്. ഓരോ ആളിനും ഓരോ അഭിപ്രായം ഉണ്ടാവും. ജനങ്ങൾ ഒന്നിച്ച് നിന്നൊരു അഭിപ്രായം പറയുന്ന വോട്ട് ചെയ്യുമ്പോഴൊക്കെയാണ്. അതും ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനകീയാഭിപ്രായം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുണ്ടാക്കിയ ഒരു കള്ളത്തരമാണ്. ജനങ്ങളെന്ന് പറയുന്ന അനേകം കൈകളും അനേകം കണ്ണുകളും അനേകം കാലുകളുമുള്ള ഒരു ജീവിയല്ല. ഈ ഓരോരോ വ്യക്തിയാണ്. ഓരോരോ വ്യക്തിയുടെ അഭിപ്രായം ഒരു പൊതു സ്വഭാവത്തിലെത്തുമ്പോഴാണ് അതിനൊരു ജനകീയാഭിപ്രായം ആയിത്തീരുന്നത്. വ്യക്തിയുടെ അഭിപ്രായമാണ്. വ്യക്തി ശുദ്ധിയോടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും പ്രകടിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ആ സംവിധാനം തകരും. തീർച്ചയായിട്ടും.